നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങളെല്ലാം മറ്റും അവിടെ പറയുന്നതായിരിക്കും. ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. നിങ്ങളുമായുള്ള പ്രണയബന്ധം പാതി വഴിയിൽ അവസാനിച്ചപ്പോൾ ഈ വ്യക്തി ഇനിയൊരു പുതിയ തുടക്കത്തിന് തയ്യാറാകുമോ? ഇങ്ങനത്തെ ഈ ഒരു ടോപ്പിക്ക് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു തലക്കെട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇത് വായിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന മുഴുവനുമായി കാണുവാൻ ശ്രമിക്കുക. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം സത്യസന്ധത നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി കണ്ടതിൽ വെച്ച് ഏറ്റവും മര്യാദയുള്ള, പക്വതയുള്ള, നല്ല രീതിയിലുള്ള ഒരു ബോധമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത്. ഈ വ്യക്തി മറ്റാരുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ പോലും അത് നിങ്ങളെക്കുറിച്ചാണെങ്കിൽ പരിപൂർണമായിട്ടും അത് പോസിറ്റീവ് തന്നെ ആയിരിക്കും. നിങ്ങളുടെ നല്ല വശങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി എടുത്ത് പറയുവാനാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ മനസ്സിനെ ഏറ്റവും കൂടുതൽ അനുവദിച്ചിട്ടുള്ളത് നിങ്ങളിലൂടെ മാത്രമാണ്. ഈ വ്യക്തിയുടെ മനസ്സിനെ ശാക്തീകരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു. നിങ്ങളുടെ സ്നേഹം ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനമായി മാറി. പലതരത്തിലുള്ള ശാപങ്ങളിൽ നിന്നും, മോശപ്പെട്ട കർമ്മത്തിൽ നിന്നും, മോശപ്പെട്ട സിറ്റുവേഷനിൽ നിന്നുമൊക്കെ ഈ വ്യക്തിക്ക് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിച്ചു. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവർക്ക് നന്മ വരുവാനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം കാരണം ഒരുപാട് വ്യക്തികൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് വ്യക്തികൾക്ക് സന്തോഷവും വന്നിട്ടുണ്ട്. അതിലൊരാളാണ് ഈ പേഴ്സൺ. പക്ഷെ ഈ പേഴ്സണെ നിങ്ങൾ അത്രയും സ്പെഷ്യൽ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. വേർതിരിച്ചു തന്നെയാണ് കണ്ടിട്ടുള്ളത്. മറ്റുള്ളവരെ കാണുന്നത് പോലെ കേവലം ഒരു പുരുഷനോ സ്ത്രീയോ ആയിട്ട് മാത്രം കണ്ട് അതിൽ ഒതുങ്ങുവാൻ നിങ്ങൾ തയ്യാറല്ല. ഈ വ്യക്തിക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നിട്ടുള്ള ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങൾ അത്രയും നന്നായി തന്നെയാണ് ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അത്യപൂർവമായിട്ടുള്ള രീതിയിലുള്ള പ്രണയത്തിലേക്കാണ് നിങ്ങൾ ഇരുവരും പോയിക്കൊണ്ടിരുന്നത്. ഇത് തീർത്തും നമുക്ക് ഏറ്റവും കൂടുതൽ ഉയർത്തി പറയാൻ സാധിക്കുന്നത് ഹേർട്ട് ചക്ര ഇവിടെ വളരെയധികം ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ് ഹേർട്ട് ചക്ര. അത് ആക്ടിവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഉണർവോട് കൂടിയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ പോലും പറ്റിയിട്ടില്ലായിരിക്കാം. നിങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമായിരിക്കാം, അത്ഭുത പ്രതിഭാസമായിരിക്കാം. പക്ഷേ എന്തൊക്കെയാണെങ്കിൽ പോലും ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ സാധിക്കുന്നത്, നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകന്നു പോയപ്പോൾ, അല്ലെങ്കിൽ ഈ പ്രണയബന്ധം ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. ഒരുപക്ഷെ ഈ പേഴ്സൺ മുൻകൈ എടുത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മുൻകൈ എടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇരുവരും ഒന്നും പറയാതെ തന്നെ പിരിഞ്ഞു പോയതാകാം. പ്രത്യേകിച്ച് കാരണങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇപ്പോഴും അറിയില്ല. പിരിയാനുള്ള കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാനും സാധിക്കുന്നുണ്ടാകാം. അറിഞ്ഞിട്ടും നിശബ്ദമായിരിക്കുന്ന വ്യക്തികളെയും എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ പ്രണയബന്ധം അവസാനിപ്പിച്ചപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി കുറച്ചുനാൾ സന്തോഷമായി നടന്നെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ആ സന്തോഷമെല്ലാം ദുഃഖമായി മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളിലേക്ക് പരിപൂർണമായിട്ടും എങ്ങനെയെങ്കിലും വരണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഈ വ്യക്തി ഉണ്ടായിരുന്നത്. ഈ പ്രണയബന്ധം ഒട്ടും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നപ്പോഴാണ് നിങ്ങൾ ഇരുവരും വേർപിരിഞ്ഞത്. പക്ഷേ നിങ്ങൾ അതിൻ്റെ ഒരു ആഘാതത്തിൽ കുറെ കാലം കടന്നുപോയി. ആ ഒരു വേർപിരിയലിന്റെ വേദനയിൽ നിങ്ങൾ കുറെ കാലം അനുഭവിച്ചു എന്നുള്ളത് സത്യമായ കാര്യമാണ്.
പക്ഷെ ആ വേദനകളെ എല്ലാം തന്നെ നിങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് പരിപൂർണമായിട്ടും ശക്തിയോടുകൂടി മുന്നോട്ട് പോയി. പക്ഷേ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ അതിശയമാണ്. നിങ്ങളെ അതിശയത്തോടു കൂടി തന്നെയാണ് ഈ വ്യക്തി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. നിങ്ങളുടെ ആ ഒരു തൻ്റെ ഇടത്തെയും മാനസിക കാഠിന്യത്തെയും പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള ആർജവത്തെയും മുന്നോട്ട് പോകാനുള്ള കോൺഫിഡൻസിനെയുമാണ് ഈ വ്യക്തി നോക്കിക്കാണുന്നത്, അതും അത്ഭുതത്തോടെ. അതൊരു അത്ഭുത പ്രതിഭാസമായിട്ട് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങൾക്കൊരു പക്ഷേ ഹീല് ചെയ്യുവാൻ വേണ്ടി, നിങ്ങളുടെ മനസ്സിന് സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയുള്ള സൗഹൃദ ബന്ധങ്ങളോ കൂട്ടുകാരോ വീട്ടുകാരോ സ്വന്തം മാതാപിതാക്കളോ സഹോദരി സഹോദരന്മാരോ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ഈ വ്യക്തി ആദ്യത്തെ പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടത്തിൽ വേണ്ട എന്ന് പറഞ്ഞ് ദൂരേക്ക് അകന്നു പോയെങ്കിൽ പോലും പിന്നീട് അതൊരു മണ്ടത്തരമായി പോവുകയും നിങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു വന്നാൽ മതി എന്നുള്ളൊരു ചിന്തയിലേക്കുമാണ് ഈ പേഴ്സൺ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നെങ്കിൽ പോലും ഒരുപക്ഷെ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലായിരിക്കാം. അല്ലെങ്കിൽ ആദ്യം കാണിച്ച അത്രയും സ്നേഹവും അടുപ്പവും ഒന്നും തന്നെ രണ്ടാമത്തെ വരവിൽ നിങ്ങൾ കാണിച്ചിട്ടില്ലായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഈ വ്യക്തി പുതിയ തുടക്കത്തിന് നിങ്ങളുമായി കാത്തിരിക്കുന്നുണ്ട്, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു കാരണവശാലും ഈ ഇന്നത്തെ വായനയിൽ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഈ വ്യക്തി വിശ്വസിക്കുന്നതും കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയട്ടെ എന്നത് തന്നെയാണ്. കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയുക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ വ്യക്തി മുന്നോട്ട് പോകുന്നത്. ആദ്യമൊക്കെ നിങ്ങൾക്ക് പ്രാധാന്യം നൽകിയില്ല എങ്കിൽ പോലും നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടത് ഈ വ്യക്തിയുടെ കൂടി ആവശ്യമാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പ്രാധാന്യത്തിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാനും ഈ വ്യക്തിക്ക് നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതും നിങ്ങളുടെ സാന്നിധ്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി എന്നുള്ള സത്യമാണ്, തിരിച്ചറിവിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പലതരത്തിലുള്ള ജീവിത പാഠങ്ങൾ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലൂടെ പഠിച്ചു കഴിഞ്ഞു. ഇതിനോടകം പല പല പാഠങ്ങളും ഈ വ്യക്തി ഉൾക്കൊണ്ടു. ഇവിടെ ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടുള്ള മാറ്റങ്ങളും ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഒരു പ്രചോദനമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക്. ഇപ്പോൾ ഏറ്റവും നല്ലൊരു സമയം നോക്കി അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്നത് ഒരു ഗുരുവിനെ പോലെയാണ് കാണപ്പെടുന്നത്. നിങ്ങൾ പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങളും പിന്നീട് സത്യമായി തീർന്നിട്ടുണ്ട്. അത് ഈ വ്യക്തിയുടെ കൂട്ടുകാരെ കുറിച്ചാകാം, ചതികളെ കുറിച്ചാകാം, വഞ്ചന, അതുപോലെ സ്നേഹം, ഇത് എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ വ്യക്തിക്ക് വളരെ വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒരു ഗുരുവിനെ പോലെ. അന്നൊക്കെ ഈ വ്യക്തി തള്ളിക്കളഞ്ഞെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളായി തിരിച്ചടിയായി വന്നപ്പോൾ നിങ്ങളുടെ വാക്കുകൾ എത്രത്തോളം സത്യമായിരുന്നുവെന്നും എത്രത്തോളം ജീവിതാനുഭവമുള്ള വ്യക്തിയാണ് നിങ്ങളെന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വരാൻ തോന്നിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു കാരണം എന്ന് പറയുന്നത്, അതായത് വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് വരാൻ തോന്നിയിട്ടുള്ള ഏറ്റവും നല്ലൊരു കാരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് വലിയ രീതിയിലുള്ള മോശക്കേടുകളോ താഴ്ചകളോ വരില്ല എന്നുള്ള ചിന്ത തന്നെയാണ്. അതൊരു ചിന്തയാണോ തിരിച്ചറിവാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തിരിച്ചറിവാകാനാണ് കൂടുതൽ സാധ്യത. അതുപോലെയുള്ള അനുഭവങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴവും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. പലപ്പോഴും അതിൻ്റെ ആഴവും ഒന്നും തന്നെ ഈ വ്യക്തി മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നില്ല. ആദ്യമൊക്കെ വെറും ധാർഷ്ട്യത്തോടു കൂടിയും തന്നിഷ്ടപ്രകാരമൊക്കെ മുന്നോട്ട് പോയതായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിനായി കാത്തിരിക്കുന്നു. അത് ഏത് വിധേനയാണെങ്കിലും ആ ഒരു ബന്ധം പുതുക്കിയെടുക്കുവാൻ തന്നെയാണ് ഈ വ്യക്തിയുടെ ആഗ്രഹവും പ്രാർത്ഥനയും. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുവാനും മാനിഫെസ്റ്റേഷൻ ചെയ്യുവാനും തുടങ്ങിയിട്ട് ഒട്ടനവധി മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടുണ്ട്. താൻ ഏറ്റവും വിലപ്പെട്ട സമയവും ഏറ്റവും വളരെയധികം പ്രധാനപ്പെട്ട അവസരങ്ങളും നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു ബോധ്യത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. ബോധ്യവുമാണ്, അതുപോലെ തന്നെ കുറ്റബോധവുമാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണ ആർച്ചവത്തോടു കൂടി ഇരിക്കുകയാണ് എന്നാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. നിങ്ങളുമായി ഒരു ഒത്തുതീർപ്പിനായാലും
സംസാരിച്ച് പരിഹരിക്കാൻ പറ്റുന്ന യാതൊരു പ്രശ്നവും ഈ ഭൂമിയിൽ ഇല്ല എന്നുമാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് നേരെ നോക്കുവാനും നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുവാൻ പോലും ഈ വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാം, ഭയമുണ്ടായേക്കാം. പക്ഷെ എങ്കിൽ പോലും പൂർവാധികം ശക്തിയോട് കൂടി നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.